ഭാരത് മാതാ കി ജയ്. അഖില കേരള ധീവര സഭയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ പൂന്തുറ ശ്രീകുമാർജി, ജനറൽ സെക്രട്ടറി ശ്രീ വി ദിനകരൻജി, ബി.ജെ.പി. സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ധീവര സഭാ പ്രസിഡന്റ് ശ്രീ എം.പി. വാരിജാക്ഷൻ, കേന്ദ്ര സർക്കാർ പ്രതിനിധി ശ്രീ ജോർജ് കുര്യൻജി, സഭയുടെ മറ്റ് ജനപ്രതിനിധികൾ, ധീവര മഹിളാ സഭയുടെ ഭാരവാഹികൾ, മറ്റ് സംഘടനകളിലെ എല്ലാ സഹോദരീ സഹോദരന്മാരെ, കടലിന്റെ മക്കൾക്ക് എന്റെ നമസ്കാരം. അഖില കേരള ധീവര സഭയുടെ 50-ാം വാർഷികാഘോഷം ഒരു ചരിത്ര നിമിഷമാണ്. സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിനായുള്ള 50 വർഷത്തെ നിരന്തരമായ പോരാട്ടത്തിന്റെ അടയാളമാണിത്. ഇത് കഠിനാധ്വാനത്തിന്റെയും നീതിക്കുവേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും കേരളത്തോടുള്ള സേവനത്തിന്റെയും ഫലമാണ്. അഖില കേരള ധീവര സഭ ഇന്ന് അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും അവകാശങ്ങൾക്കായി ഈ സംഘടന പോരാടുന്നു. ഈ 50 വർഷത്തെ യാത്രയിൽ നിങ്ങളുടെ പരിശ്രമത്തോടൊപ്പം സേവന സന്നദ്ധതയും അടങ്ങിയിരിക്കുന്നു. ഈ ശുഭവേളയിൽ കേരളത്തിലെ മുഴുവൻ ധീവര സമുദായ അംഗങ്ങൾക്കും അഖില കേരള ധീവര സഭയുടെ പ്രവർത്തകർക്കും എന്റെ ആശംസകൾ നേരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളെ അനുഗ്രഹിക്കാനാണ് പ്രധാനമന്ത്രി വന്നതെന്ന് ഇപ്പോൾ ദിനകരൻജി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് എന്റെ ദൈവം. ഞാൻ നിങ്ങളെയെല്ലാം വണങ്ങാനും നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാനുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കേരളത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. മലയാളി സഹോദരീ സഹോദരന്മാരുടെ വാക്കുകൾ കേൾക്കേണ്ട സമയമാണിത്. ഭാരതത്തിന്റെ സൗന്ദര്യത്തിനും മലയാളി സംസ്കാരത്തിനും വേണ്ടി കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാർ എപ്പോഴും നിലകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ മത്സ്യത്തൊഴിലാളി സമുദായത്തിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും പല വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എനിക്ക് സാധിച്ചു. ഈ പ്രദേശം മുഴുവൻ സന്തോഷത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദീർഘകാലമായുള്ള പ്രതീക്ഷകൾ ഇന്ന് സഫലമായിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നതിൽ നിന്ന് കേരളം എന്നാക്കി മാറ്റണമെന്ന നിങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ. സർക്കാർ ഈ തീരുമാനം അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതത്തിലെ ഈ മഹത്തായ സംസ്ഥാനത്തിന് ഇന്ന് മലയാളി സംസ്കാരത്തിന് അനുയോഗ്യമായ പേര് ലഭിച്ചിരിക്കുന്നു. ഈ തീരുമാനത്തിൽ എല്ലാ കേരളീയർക്കും ഞാൻ ആശംസകൾ നേരുന്നു. പ്രകൃതിയായാലും ദിവ്യ ചൈതന്യമായാലും നദികളായാലും സമുദ്രമായാലും അവ വെറും വിഭവങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും ഭാഗമാണ്. അഖില കേരള ധീവര സഭ നമ്മുടെ ജീവിതവും ഉപജീവനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെയും സംസ്കാരത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. നിങ്ങൾ ഭാരതീയ ദർശനങ്ങളുടെയും ചിന്തകളുടെയും സജീവ ഉദാഹരണങ്ങളാണ്. മറ്റുള്ളവർ നദികളെയും സമുദ്രങ്ങളെയും വെറും വിഭവങ്ങളായി കാണുമ്പോൾ ധീവര സമുദായം അവയെ സ്വന്തം അമ്മയെപ്പോലെയാണ് കാണുന്നത്. സുഹൃത്തുക്കളെ, കടലിന്റെ സംരക്ഷണത്തിനായി നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾ, ദേവീപൂജ, ക്ഷേത്രങ്ങളുടെ സംരക്ഷണം എന്നിവയെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഭാരതത്തിന്റെ പുരാതനമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. നിങ്ങളുടെ പാരമ്പര്യത്തെ നിങ്ങൾ ഭഗവാൻ വേദവ്യാസനുമായി ബന്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ പാരമ്പര്യം ഭാരത ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിനായി നിങ്ങൾ നടത്തുന്ന സേവനങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം പ്രശംസിക്കുന്നു. കൊച്ചി കേരളത്തിലെ ചരിത്രത്തിൽ സാമൂഹിക മാറ്റങ്ങളുടെ വിളനിലമാണ്. ഈ പുണ്യഭൂമിയിൽ പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയും അഖില കേരള ധീവര സഭ രൂപീകരിച്ചു. പണ്ഡിറ്റ് കറുപ്പൻ ഉണർത്തിയ ആ സ്വാഭിമാനത്തിന്റെ ബോധം ഇന്നും ജീവസ്വതമാണ്. ഈ അവസരത്തിൽ ലോകപ്രസിദ്ധയായ മാതാ അമൃതാനന്ദമയി ദേവിയെ ഞാൻ വണങ്ങുന്നു. അമ്മയുടെ ജീവിതം നിസ്വാർത്ഥ സേവനത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണമാണ്. അമ്മയോടുള്ള എന്റെ സ്നേഹം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഭാരതത്തിന്റെ സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ ഈ സമുദായം എപ്പോഴും മുന്നിൽ നിന്നിട്ടുണ്ട്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ സമയത്തും ഈ സമുദായം സജീവമായി പങ്കെടുത്തു.
സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ അഖില കേരള ധീവരസഭ നടത്തുന്ന പരിശ്രമങ്ങൾ സമാനതകളുള്ളതാണ്. കേരളത്തിൽ പ്രമേയം വന്നപ്പോൾ ഈ സമുദായത്തിന്റെ സേവന സന്നദ്ധതയും അർപ്പണബോധവും ലോകം കണ്ടതാണ്. സ്വന്തം ജീവൻ പണയം വെച്ച് നിങ്ങൾ തോണികളുമായി ഇറങ്ങി അനേകം കുടുംബങ്ങളെ രക്ഷിച്ചു. അതാർത്തും ഒരിക്കലും മറക്കാനാവില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ കഠിനാധ്വാനം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കരുത്തുപകരുന്നു. എന്നാൽ വർഷങ്ങളായി ഈ സമുദായം അവഗണിക്കപ്പെടുകയായിരുന്നു. മുൻ സർക്കാരുകൾ നിങ്ങളുടെ കഴിവുകളെ അർഹമായ പരിഗണന നൽകിയില്ല. എന്നാൽ NDA സർക്കാർ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കടലിലെ സമ്പത്തിനെ ബ്ലൂ ഇക്കോണമിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രത്യേക മന്ത്രാലയം തന്നെ ഞങ്ങളുടെ സർക്കാർ രൂപീകരിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം കേരളത്തിന് മാത്രം 1400 കോടി രൂപ മാറ്റിവച്ചു. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ FPO എന്നിവയിലൂടെ യുവാക്കളെ ശാക്തീകരിക്കുന്നു. യുവാക്കൾക്ക് ഗ്യാരണ്ടിയോടുകൂടി വായ്പകൾ നൽകുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തിനായി നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിക്കഴിഞ്ഞു. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. കേരളത്തിലെ 7000 ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നു. 177 കോടി രൂപ ചെലവിൽ മുതലപ്പൊഴി ഹാർബർ നവീകരിക്കുന്നു. ഐസ് പ്ലാന്റുകളും കൂളിംഗ് യൂണിറ്റുകളും സ്ഥാപിക്കാൻ അനുമതി നൽകി. കടൽപ്പായൽ ഉൽപാദനം പോലുള്ള പുതിയ മേഖലകളിലേക്ക് സമുദായത്തെ എത്തിക്കുന്നു. ആധുനിക ഫിഷ് ഫാം സിസ്റ്റം, സാഗർ മിത്ര ശൃംഖല, കൃത്രിമ പാറുകൾ എന്നിവയിലൂടെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ നടപടികളെടുക്കുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വികസിത കേരളത്തെയും ഞങ്ങൾ സ്വപ്നം കാണുന്നു. ഇത്രയും വലിയ വെയിലിലും അച്ചടക്കത്തോടെ ഇവിടെ തടിച്ചുകൂടിയ അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കേരളത്തിന്റെ വികസനത്തിൽ നിങ്ങളുടെ പങ്ക് ഇനിയും വർദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ കൂടി ഏവർക്കും ആശംസകൾ നേരുന്നു. വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. वंदे 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 वंदे